സമയത്ത് പിടിക്കുള്ളൂ. നീ ഓഫ് ചെയ്യണ്ടെങ്കിൽ ഞാൻ വിളിച്ചോ. ജനതാ ജംഗ്ഷൻ്റെ പലയിടത്തും ഏകദേശം നമുക്ക് വ്യക്തമായിട്ട് കാണാം. നമ്മൾ പോയ റൂട്ട് തന്നെ എടുക്കാനോ എന്ന് ചോദിക്കാം. ഏകദേശം നമ്മുടെ ഗോശ്രീ പാലം വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ റൂട്ട് എപ്പോഴും എത്ര ദിവസമാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഇങ്ങനെ തിരക്കൊഴിഞ്ഞിരിക്കില്ല ഈ റൂട്ട്. അവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ്. എന്നാൽ ഈ റൂട്ട് അങ്ങനെ തന്നെയാണ് ഇത്തരം ഭാഗം. ബസ് റൂട്ട് അപ്പുറത്തെവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് പോകാം. അപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ടോ, ആ പള്ളിയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഏകദേശത്ത്. ഇപ്പോൾ ഈ മരം മാവ് നിൽക്കുന്നതുകൊണ്ട് കാണാൻ പാടാണ്. അതൊന്ന് പുതുക്കിയിട്ടുണ്ട്. പണ്ട് ഇതായിരുന്നില്ല ഷേപ്പ്. എടാ പാഞ്ഞിട്ട് വരാം. ഞാൻ അങ്ങോട്ട് വെയിലാണ്. ഹലോ, ഈ സൈഡിൽ പോവാം. എന്നാലേ നല്ല തിരക്കാണ്. ഈ സിനിമ കാണാനൊക്കെ വരുന്ന ആളുകൾ കൂടുതലാണ്, എൻജോയ് ചെയ്യാനേ. ഇന്നലെയാണ് ശരിക്കും തിരക്കുണ്ടാവേണ്ടത്. പക്ഷെ ഇന്നിപ്പോൾ ചിലപ്പോൾ തിരിച്ചു പോകണ ആൾക്കാരായിരിക്കാം. അപ്പം നമ്മൾ കലൂര് സ്റ്റേഡിയം ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കണം. ഇതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ മെട്രോ സ്റ്റേഷൻ്റെ മറ്റേ ഇൻഫോ പാർക്കിൽ കാക്കനാടിലേക്ക് ഉള്ള മെട്രോ സ്റ്റേഷൻ്റെ പണി നടക്കേണ്ട. അത് സ്ലോ ആണല്ലോ പുള്ളി കാര്യം. മെട്രോ സ്റ്റേഷൻ്റെ പണി നടക്കുകയാണ്. മെട്രോ റെയിലും സ്റ്റേഷൻ എല്ലാം കൂടി ഉണ്ടാവും. അതിലേക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി എപ്പോൾ ഉണ്ടാവും. 25 കാഴ്ചകളാണ്. റോഡ് തകർന്നു മറിക്കാനാണ്. പണി കഴിഞ്ഞാൽ ചെയ്യും. അപ്പോൾ നമ്മൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നമ്മളത് കാണിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിച്ചു വയ്ക്കാം. അല്ല, ഇപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ എന്തോ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കണ്ട കേട്ടോ. കാണാമെന്ന് വിചാരിക്കണം. ഞാൻ ഇത്തിരി താഴെ നിൽക്കാം കേട്ടോ. അലക്കി കഴിഞ്ഞാൽ കുട്ടും കാണില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കട്ടെ.
അപ്പോൾ സ്റ്റേഡിയം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് മെട്രോ സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് വളരെ ഈസി ആയിട്ട് കാണാമായിരുന്നു. അതായത് അവിടെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. സെൻറ് ആൽബർട്ട്സ് കോളേജിൻ്റെ ഗ്രൗണ്ട് ആ ഭാഗത്ത് കാണാൻ പറ്റും. ഗ്രൗണ്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ സ്റ്റേഷനുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇനി വിഷയം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ കലൂര് കലൂർ പള്ളിയുണ്ട്. ഇവിടെ മാർക്കറ്റ്. മാർക്കറ്റായിരുന്നു. ആ ദേശാമേനി ജംഗ്ഷനാണ്. ദേശാമേനി ജംഗ്ഷൻ കാണിച്ചത്. അതാ ഇതുപോലെ ബംഗാളികളൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. ഇന്ന് കൂടുതലും ബംഗാളികളാണ്. മലയാളികൾക്ക് പോലെ മലയാളികൾ വാഹനത്തിലാണ് ആഡംബര ശൈലിയിൽ. ബംഗാളികൾ സ്ട്രീറ്റിലൂടെ നടന്നു പോകും. ദേശാമേനി ജംഗ്ഷനാണ്. കലൂർ മാർക്കറ്റ് കേട്ടോ. കലൂർ മാർക്കറ്റാണ് ഈ ലെഫ്റ്റ് സൈഡ്. അതൊക്കെ പതിനിപ്പം നമ്മൾ കാണിക്കുക. ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വളരെ കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ അവിടെ. കാരണം ഈ പറഞ്ഞ പോലെ പരിമിതിയാണ്. പരിമിതമായ രീതിയിൽ നമുക്ക് റെക്കോർഡിങ് നടക്കുള്ളൂ. പിന്നെ പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് ചാർജ് ചെയ്യാനോ ഇപ്പോൾ കലൂർ പള്ളി 2 ദിവസം മുന്നേയുള്ള പള്ളി കഴിഞ്ഞു. അപ്പോൾ വെയിലത്തിൽ കൂടി പോയാലേ കാഴ്ചകൾ പരിമിതമായിരിക്കും. നമുക്കിങ്ങനെ പോവാം. അത് നല്ല വെയിലാണ്. പടിഞ്ഞാറോട്ട് നമ്മളൊന്നും പോയത്. അതുകൊണ്ട് നമ്മളിവിടെ കലൂർ ജംഗ്ഷനിൽ ബ്ലോക്കിലാണ് കേട്ടോ. അന്നിങ്ങനെ 4 വണ്ടി കത്തിച്ചുണ്ടെങ്കിൽ ഉണ്ട് ഈ ടൈം ആകുമ്പോൾ. അത്രേ ഉണ്ടായുള്ളൂ. ഇനിയുണ്ട് 34 കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയാൻ നമുക്ക് ആ ജംഗ്ഷനിൽ കാണാം. ഈ ജംഗ്ഷനിൽ കിട്ടിയതിനെ നമുക്ക് കാണിക്കായിരുന്നു. ടൈമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും ദൂരെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ട്രാഫിക് ബ്ലോക്ക്. ഇത് പറയാൻ കാരണം വെച്ചാൽ ഈ ഒരു 25 വർഷം കഴിയുമ്പോൾ അവിടെ നിന്ന് പാലാരിട്ടത്ത് മുതലുണ്ടാവും. ചിലപ്പോൾ പാലാരിട്ടല്ല, എടപ്പള്ളിയിൽ നിന്ന് ബ്ലോക്ക് ഉണ്ടാവും ചിലപ്പോൾ അതിന് മുമ്പ് ഇതൊക്കെ വികസിപ്പിച്ച് റോഡൊക്കെ ഒന്നും കൂടി കല്ലാത്ത് അല്ലെങ്കിൽ വേറെ സിറ്റി തന്നെ വേറെ ഭാഗത്തേക്ക് പോവാം. നമ്മൾ പറഞ്ഞ പോലെ കണ്ടെയ്നർ ഭാഗത്തേക്കോ എവിടെയെങ്കിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. സിറ്റിയൊക്കെ ഇവിടെ നിന്ന് തന്നെ മാറിപ്പോകും. അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ട്. കുറേ ഗ്രീനായിട്ട് കുറച്ച് സമയമായി വണ്ടികൾ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു കാഴ്ച അവിടെ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അവിടെ നമുക്കിത് അവിടെ ആ ബിൽഡിങ് ഇപ്പോൾ കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്നാണ് അന്ന് ഷൂട്ട് ചെയ്തത്. നമ്മുടെ മുത്തൂറ്റിൻ്റെ ബിൽഡിങ് കേട്ടോ. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തത്.